എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി റീവാലുവേഷൻ സ്ക്രൂട്ടിനി റിസൾട്ടുകൾ പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് dhsc.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാവുന്നതാണ്. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്, റീവാലുവേഷൻ അപേക്ഷിച്ചിട്ടുണ്ട്, പക്ഷേങ്കിൽ റിസൾട്ട് നോക്കുമ്പോൾ എൻ്റെ രജിസ്റ്റർ നമ്പർ കാണുന്നില്ല എന്നുള്ളത്. അതുപോലെ ആർക്കൊക്കെയാണ് 10% മാർക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതും ആർക്കൊക്കെ റീഫണ്ടിന് അർഹതയുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ ഈ ഒരു പേജിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 3 ലിങ്കുകൾ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആദ്യം നിങ്ങൾക്ക് ഒന്നാമത്തെ ലിങ്ക് കാണാം, പിന്നീട് രണ്ടാമത്തെ, മൂന്നാമത്തേത്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെയുള്ള മൂന്നാമത്തെ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു PDF നിങ്ങളുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു PDF ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കാണാം, അതായത് ഈ ഒരു ഭാഗത്ത് മാർക്ക് ബിഫോർ റീവാലുവേഷൻ, മാർക്ക് ആഫ്റ്റർ റീവാലുവേഷൻ, അതായത് റീവാലുവേഷന് മുൻപുള്ള മാർക്ക്, അതുപോലെ റീവാലുവേഷന് ശേഷമുള്ള മാർക്ക് എന്നിവ കറക്റ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് റീവാലുവേഷന് മുമ്പ് ഉണ്ടെങ്കിൽ കാണിക്കും, അതുപോലെ റീവാലുവേഷന് ശേഷം ആ ഒരു മാർക്ക് ഉണ്ടോ ഇല്ല എന്നുള്ളതും മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ഒരു വിദ്യാർത്ഥിയുടെ ആ ഒരു മാർക്ക് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് 10% കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, 60 മാർക്കിൻ്റെ വിഷയമാണെങ്കിൽ അതിൽ 10% 6 മാർക്കാണ്. 6 അതിൽ കൂടുതലോ കിട്ടിയാലാണ് റീഫണ്ട് കിട്ടുക. അതുപോലെ തന്നെ 80 മാർക്കാണെങ്കിൽ 80 മാർക്കിൻ്റെ വിഷയമാണെങ്കിൽ അതിൽ 8 മാർക്കോ 8ൽ കൂടുതലോ മാർക്ക് കിട്ടുകയാണെങ്കിലാണ് റീവാലുവേഷൻ ശേഷം റീഫണ്ടായിട്ടുള്ള 500 രൂപ തിരിച്ച് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് വിഷയത്തിനാണ് ഈ ഒരു രീതിയിൽ മാർക്ക് കൂടിയിട്ടുള്ളത്, അതായത് 10% കൂടിയിട്ടുള്ളത്, ആ ഒരു സബ്ജക്റ്റിൻ്റെ പൈസയാണ് റീഫണ്ടായിട്ട് തിരിച്ച് കിട്ടുക. അപ്പോൾ ഒരു ഉദാഹരണത്തിന് ആദ്യത്തെ ഈ ഒരു വിദ്യാർത്ഥിയുടെ മാർക്ക് നോക്കാം. ഈ ഒരു വിദ്യാർത്ഥിയുടെ ആ ഒരു സബ്ജക്റ്റിന് കമ്പ്യൂട്ടർ സയൻസിൻ്റെ മാർക്ക് 60ലാണ്. ആ ഒരു വിദ്യാർത്ഥിക്ക് 24 മാർക്കാണ് റീവാലുവേഷൻ മുൻപുണ്ടായിരുന്നത്. ഗ്രേസ് മാർക്ക് ഒന്നും തന്നെ ഇല്ലായിരുന്നു. അപ്പോൾ റീവാലുവേഷന് ശേഷം 54 മാർക്കായി. അതായത് ആ ഒരു വിദ്യാർത്ഥിയുടെ 24 മാർക്ക് എന്നുള്ളത് 30 മാർക്ക് കൂടി 54 മാർക്കായി. അതായത് 10% എന്ന് പറഞ്ഞാൽ 6 മാർക്കാണ്. അപ്പോൾ അതിൽ കൂടുതൽ മാർക്ക് ആ ഒരു വിദ്യാർത്ഥിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥിക്ക് റീഫണ്ടിന് അർഹതയുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥി അടുത്തത് നോക്കാം. അതായത് ഇവിടെ ഒരു വിദ്യാർത്ഥിയുടെ മാർക്ക് എന്ന് പറയുന്നത് 80 മാർക്കാണ്. അതായത് ഇംഗ്ലീഷിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഇംഗ്ലീഷിൽ 80 മാർക്കാണ് കിട്ടിയിട്ടുള്ളത്. റീവാലുവേഷന് മുൻപ് 14 മാർക്കായിരുന്നു ഉണ്ടായിരുന്നത്. റീവാലുവേഷന് ശേഷം ആ ഒരു വിദ്യാർത്ഥിയുടെ മാർക്ക് വീണ്ടും, അതായത് ആ ഒരു വിദ്യാർത്ഥിയുടെ മാർക്ക് കൂടിയിട്ട്, അതായത് ആ ഒരു വിദ്യാർത്ഥിക്ക് ഏകദേശം മാർക്ക് കൂടിയിട്ടുള്ളത് 36 മാർക്കാണ് കൂടിയിട്ടുള്ളത്. അപ്പോൾ 36 മാർക്കും, അതായത് 36 മാർക്കല്ല 38 മാർക്കാണ് കൂടിയിട്ടുള്ളത്. അപ്പോൾ 38 മാർക്ക് ആ ഒരു വിദ്യാർത്ഥിക്ക് കൂടിയത് കൊണ്ട് തന്നെ ആ ഒരു വിദ്യാർത്ഥിക്ക് ഈ ഒരു 38 മാർക്കാണ് കൂടിയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ 38 മാർക്ക് കൂടിയത് കൊണ്ട് തന്നെ ആ ഒരു വിദ്യാർത്ഥിക്ക്, അതായത് 80ൻ്റെ 10% കൊണ്ട് ഉദ്ദേശിക്കുന്നത് 8 മാർക്കാണ്. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥിക്ക് 38 മാർക്കാണ് കൂടിയുള്ളത്. അതായത് ഈ ഒരു 8 മാർക്കിലും അധികം മാർക്കും, അതുപോലെ 8 മാർക്കും അതിൽ അധികം മാർക്കോ കിട്ടിയാലാണ് റീഫണ്ടിനായിട്ട് അർഹത ഉണ്ടാവുക. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥിക്കും റീഫണ്ടിനുള്ള അർഹതയുണ്ട്. ഇനി നമുക്ക് ചില വിദ്യാർത്ഥികളുടെ ആ ഒരു മാർക്ക് നോക്കാം. അപ്പോൾ ചില വിദ്യാർത്ഥിക്ക് ഗ്രേസ് മാർക്കുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഗ്രേസ് മാർക്ക് റീവാലുവേഷന് ശേഷം കുറഞ്ഞതായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ഒരു വിദ്യാർത്ഥിയുടെ കാര്യം നോക്കാം. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വിദ്യാർത്ഥിക്ക് 44 മാർക്കായിരുന്നു മലയാളത്തിന് റീവാലുവേഷന് മുൻപുള്ളത്. അതുപോലെ 4 മാർക്ക് ഗ്രേസ് മാർക്കിനത്തിലുമുണ്ട്. അപ്പോൾ റീവാലുവേഷന് ശേഷം ആ ഒരു വിദ്യാർത്ഥിയുടെ TE മാർക്ക് 71ആയി, അതായത് 90% എബോവ് ആയി. അപ്പോൾ 90% എബോവ് മാർക്ക് ഉണ്ടെങ്കിൽ CE മാർക്ക് ആ ഒരു വിഷയത്തിന് ആഡ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടായിരുന്ന ഗ്രേസ് മാർക്ക് അവിടെ ഒഴിവാക്കി. അപ്പോൾ ഈ ഒരു രീതിയിലാണ്, അതായത് ഒരു വിദ്യാർത്ഥിക്ക് 90% അതിന് മുകളിലെ മാർക്ക് കൂടുകയാണെങ്കിൽ ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കും. അതേസമയം 90% അതിന് മുകളിലെ മാർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യപ്പെടും. അതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥിക്ക് ഗ്രേസ് മാർക്ക് ഒന്നുമില്ല, പക്ഷെങ്കിൽ ഈ റീവാലുവേഷന് മുൻപുള്ളതിനേക്കാൾ 60 സബ്ജക്റ്റിൽ റീവാലുവേഷന് മുൻപുള്ളതിനേക്കാൾ 6 മാർക്കോ അതിൽ കൂടുതലോ കൂടുകയോ, 80 മാർക്കിൻ്റെ വിഷയമാണെങ്കിൽ റീവാലുവേഷന് മുൻപുള്ളതിനേക്കാൾ 8 മാർക്കോ അതിൽ കൂടുതലോ കൂടുകയാണെങ്കിൽ റീഫണ്ടിന് അർഹത ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങളുടെ പേര് ഇതിൽ ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. ഇവിടെ സെർച്ച് ഐക്കണുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതായത് നിങ്ങളുടെ ഏത് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങളുടെ ആ ഒരു PDF കാണുന്നത്, അതിൽ സെർച്ച് ഐക്കൺ ഉണ്ടെങ്കിൽ അതിൽ സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ വഴി തന്നെയാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഫൈൻഡിങ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതായിട്ടുള്ളത് രണ്ടാമത്തെ ആ ഒരു ലിങ്കാണ്. അപ്പോൾ നിങ്ങൾ ഈ രണ്ടാമത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക.
ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു PDF ഓപ്പൺ ആയിട്ട് വരും. രണ്ടാമത്തെ ആ ഒരു ലിങ്ക് എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് ആർക്കൊക്കെയാണ് റീഫണ്ടിന് അർഹതയുള്ളത്, അതായത് ആർക്കൊക്കെയാണ് 10% മാർക്ക് കൂടിയിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് ഇതിൽ നൽകിയിട്ടുണ്ടാവുക. അതായത് ഏതൊക്കെ വിഷയമാണ് നിങ്ങൾ റീവാലുവേഷൻ അപേക്ഷിച്ചപ്പോൾ 10% കൂടിയിട്ടുണ്ടായിരുന്നത്, അത് ഏത് വിദ്യാർത്ഥികൾക്കാണ്, ആ ഒരു വിദ്യാർത്ഥികളുടെ പേരും രജിസ്റ്റർ നമ്പറും, ഏത് സ്കൂളാണ്, സ്കൂൾ കോഡ് ഏതാണ് എന്നിങ്ങനെ ഏത് സബ്ജക്റ്റാണ് എന്നിങ്ങനെയുള്ള എല്ലാവിധ ഡീറ്റെയിൽസും ഉള്ളതാണ് ഈ ഒരു രണ്ടാമത്തെ PDF എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു PDF നിങ്ങൾക്ക് 10% അത് നിങ്ങൾക്ക് റീവാലുവേഷന് ശേഷം ഈ ഒരു റീഫണ്ടിന് അർഹതയുണ്ട് എങ്കിൽ ഈ ഒരു ജൂൺ 30-ാം തീയതിക്കുള്ളിൽ നിങ്ങൾക്ക് പ്രിൻസിപ്പൽ ആ ഒരു പൈസ, അത് ഈ ഒരു ഏത് സബ്ജക്റ്റാണോ റീവാലുവേഷന് ശേഷം 10% കൂടിയിട്ടുള്ളത് അല്ലെങ്കിൽ 10% അതിൽ കൂടുതലോ കൂടിയിട്ടുള്ളത്, ആ ഒരു വിഷയത്തിൻ്റെ ആ ഒരു റീവാലുവേഷൻ്റെ ഫീസ് നിങ്ങൾക്ക് തിരികെ റീഫണ്ടായിട്ട് സ്കൂളിൽ നിന്ന് തരുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ടുള്ളതാണ് ഒന്നാമത്തെ ലിങ്ക്. അപ്പോൾ ഈ ഒരു ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു പേജിൽ അതായത് നിങ്ങൾക്ക് നേരത്തെ കണ്ടിട്ടുള്ള 2 PDF-ലും നിങ്ങളുടെ പേര് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ലിസ്റ്റിലാണ് നിങ്ങളുടെ പേര് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ നിങ്ങളുടെ പേര്, അതായത് രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സർക്കുലർ പ്രകാരം പറഞ്ഞിട്ടുള്ളത് റീവാലുവേഷന് ശേഷം വിദ്യാർത്ഥികൾക്ക് 10%ഓ അതിൽ കൂടുതലോ മാർക്ക് റീവാലുവേഷന് ശേഷം കൂടുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഓൾറെഡി ആ ഒരു കളക്ട് ചെയ്തിട്ടുള്ള എമൗണ്ട് ഈ ഒരു PD അക്കൗണ്ടിൽ, അത് സ്കൂളിലെ PD അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊരു അക്കൗണ്ട് ഉണ്ട്, അപ്പോൾ അതിൽ ആണുള്ളത്. അപ്പോൾ അതിൽ നിന്നും ഈ ഒരു റീഫണ്ടിന് അർഹതയായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ആ ഒരു പൈസ റീഫണ്ടായിട്ട് നൽകണം എന്നുള്ളതും, അതുപോലെ തന്നെ ബാക്കി പൈസ ഈ ഒരു ഹെഡ് ഓഫ് അക്കൗണ്ടിൽ അടക്കണം എന്നുള്ളതുമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 30-ാം തീയതി, അതായത് ജൂൺ 30-ാം തീയതിക്കാം വിദ്യാർത്ഥികൾക്ക് ആ ഒരു പൈസ റീഫണ്ടായിട്ട്, അതായത് എലിജിബിൾ ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ആ ഒരു പൈസ റീഫണ്ടായിട്ട് ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒട്ടും ആ ഒരു കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് 10% കൂടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു പൈസ റീഫണ്ട് കിട്ടും. 10% മാർക്കോ അതിൽ കൂടുതലോ കൂടിയിട്ടില്ലെങ്കിൽ ആ ഒരു പൈസ റീഫണ്ട് കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ നോക്കുക. ഇനി വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ പേര് അതിൽ രണ്ടിലും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ലിസ്റ്റിലാണ് ചെക്ക് ചെയ്യേണ്ടത്. ആദ്യം സ്ക്രൂട്ടിനി, അതായത് സൂക്ഷ്മപരിശോധനയ്ക്ക് അപേക്ഷിച്ച വിദ്യാർത്ഥിയുടെ ലിസ്റ്റാണ്. അപ്പോൾ ഇതിൽ നോ ചേഞ്ച് ആണെങ്കിൽ പ്രത്യേകിച്ച് മാർക്കൊന്നും വ്യത്യാസം വന്നിട്ടില്ല. ചേഞ്ച് ആണെങ്കിൽ നിങ്ങൾക്ക് മാർക്കിന് വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് റീവാലുവേഷൻ റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് കാണാം, അതായത് ഇവിടെ കാണാം. അപ്പോൾ റീവാലുവേഷൻ അപേക്ഷിച്ച് നിങ്ങൾക്ക് മാർക്ക് കൂടിയിട്ടില്ല അല്ലെങ്കിൽ ഒരു മാറ്റവും ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നോ ചേഞ്ച് എന്നും, മാർക്ക് കൂടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചേഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കറക്റ്റായിട്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഉദാഹരണത്തിന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നമ്പർ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കാണിച്ചു തരാം. അതായത് ഈ ഒരു രീതിയിൽ ജസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ നമ്പർ ടൈപ്പ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളുടെ നമ്പർ ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾക്കറിയാം. അപ്പോൾ ആ ഒരു നമ്പർ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ ആ ഒരു നമ്പറിൻ്റെ ആ ഒരു ഭാഗത്ത് കറക്റ്റായിട്ട് അവിടെ കാണുന്നതായിരിക്കും. അത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു വിദ്യാർത്ഥിയുടെ നമ്പർ ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു വിദ്യാർത്ഥിയുടെ ആ ഒരു നമ്പർ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നമ്പറിൽ, അതായത് ആ ഒരു വിദ്യാർത്ഥിയുടെ ഒരു സബ്ജക്റ്റിൻ്റെ, അതായത് ഹിന്ദിയുടേത് മാർക്ക് ചേഞ്ച് ആയിട്ടുണ്ട്, ഇംഗ്ലീഷിൻ്റെതിൽ മാറ്റം ഒന്നും കാണുന്നില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾ റീവാലുവേഷൻ അപേക്ഷിച്ചപ്പോൾ പ്രത്യേകിച്ച് മാർക്കിൽ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല എങ്കിൽ ഇവിടെ നോ ചേഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ കണ്ടിട്ടുള്ള 2 ലിസ്റ്റിൽ നിങ്ങളുടെ പേര് ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ലിസ്റ്റ് പരിശോധിച്ച് ഇതിൽ നിങ്ങളുടെ പേര് ഉണ്ടോ, അല്ലെങ്കിൽ പേരല്ല രജിസ്റ്റർ നമ്പർ ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ dhsckerala.gov.in എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഈ റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻഡിവിജ്വൽ റിസൾട്ട് കാണാൻ സാധിക്കുന്നതല്ല, നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഒരു PDF-ൽ മാത്രമാണ് നിങ്ങളുടെ റിസൾട്ട് വന്നിട്ടുള്ളത്, അല്ലാതെ സെപ്പറേറ്റ് ഇൻഡിവിജ്വലായിട്ട് റിസൾട്ട് വരുന്നതല്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.